ഛത്തീസ്ഗഡിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വോട്ടെണ്ണൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ കോൺഗ്രസ് വീണ്ടും വട്ടപൂജ്യമായിരിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി വട്ടപൂജ്യമായിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിൽ കണ്ടതാണ്. സമാനമായ രീതിയിൽ ഇപ്പോൾ ഛത്തീസ്ഗഡിൽ വട്ടപൂജ്യത്തിലേക്ക് കോൺഗ്രസ് മുനിസിപ്പൽ കോർപ്പറേഷനിൽ പോയിരിക്കുന്നു. ആകെയുള്ള 10 കോർപ്പറേഷനിൽ 10 BJP പിടിച്ചിരിക്കുന്നു എന്ന സുപ്രധാനമായിട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആഘോഷം ഛത്തീസ്ഗഡിൽ തുടങ്ങിക്കഴിഞ്ഞു. കോൺഗ്രസ് അവിടെ 10 മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ വട്ടപൂജ്യമടിച്ച് നിൽക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നഗർ പാലികാസിൽ 49 എണ്ണത്തിൽ BJP 34 എണ്ണവും അജയ്യമായി പിടിച്ചിരിക്കുന്നു. കോൺഗ്രസ് വെറും 8 എണ്ണത്തിൽ ഒതുങ്ങിയിരിക്കുന്നു മനസ്സിലാക്കാൻ സാധിക്കുന്നു. 118 പഞ്ചായത്തുള്ളതിൽ BJP 90 പഞ്ചായത്തുകളിലും മുന്നേറിയിരിക്കുന്നു. കോൺഗ്രസിന് വെറും 19 പഞ്ചായത്തിൽ ചുരുങ്ങേണ്ടി വന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അതിൽ 10 എണ്ണത്തിൽ 10 BJP പിടിച്ചിരിക്കുന്നു. കോൺഗ്രസ് അവിടെ വട്ടപൂജ്യമായിരിക്കുന്നു. ഇൻഡിപെൻഡൻസിന് ശേഷം, അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം കൺഗർ എന്ന് പറയുന്ന റൂറൽ പഞ്ചായത്ത് BJP ആദ്യമായി പിടിച്ചിരിക്കുന്നു എന്ന സുപ്രധാനമായിട്ടുള്ള വാർത്തയും പുറത്തു വരുന്നു. ഇത് നരേന്ദ്രമോദി മാജിക് ആണ് എന്നാണ് അവിടെ പറയുന്നത്. നമുക്കറിയാം 2023 ഛത്തീസ്ഗഡിലെ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്. അവിടെ BJP ആണ് വലിയ വിജയം കരസ്ഥമാക്കിയത്. എന്തായാലും BJP സുനാമി തന്നെയാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അവിടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ BJPയുടെ അപ്രമാദിത്വം കോൺഗ്രസ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും താഴ്ന്ന നിലയിൽ തുടച്ചു നീക്കപ്പെടുന്ന നിലയിൽ കോർപ്പറേഷനിലേക്കൊക്കെ പോയിരിക്കുന്നു. BJP സുനാമി തന്നെയാണ്. 15 വർഷങ്ങൾക്ക് ശേഷം, ഡൽഹി 27 വർഷങ്ങൾക്ക് ശേഷമാണ് BJP പിടിച്ചതെങ്കിൽ ഇപ്പോൾ 15 വർഷങ്ങൾക്ക് ശേഷം റായ്പൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ BJP പിടിച്ചിരിക്കുകയാണ്. റായ്പൂർ മുനിസിപ്പൽ കോർപ്പറേഷനിൽ ആകപ്പാടെ 70 സീറ്റുകളാണുള്ളത്. ഈ 70-ൽ 60 സീറ്റുകളും BJP പിടിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കോൺഗ്രസിന് അവിടെ ലഭിച്ചത് വെറും 4 സീറ്റുകൾ മാത്രമാണ് എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമാണ് എന്നാണ് ഇത് പറയപ്പെട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ BJPയുടെ അതിഭീകരമായിട്ടുള്ള മുന്നേറ്റമാണ് ഛത്തീസ്ഗഡിൽ പല ഭാഗങ്ങളിലും കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. കേരളത്തിലെ മാധ്യമങ്ങളൊന്നും തന്നെ ഈ വാർത്ത ഏറ്റെടുത്തിട്ടില്ല. ഇത് കൊടുക്കാനും തയ്യാറായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഫെബ്രുവരി 16, അതായത് ഇന്നാണ് ഛത്തീസ്ഗഡിലെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നത്. കനത്ത സുരക്ഷയിൽ വോട്ടെണ്ണൽ ആരംഭിച്ചു. പോസ്റ്റൽ ബാലറ്റുകൾ മുതൽ EVM വോട്ടുകൾ വരെ BJP അപ്രമാദിത്വം നിലനിർത്തുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. സംസ്ഥാനത്തുടനീളം 10 മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ 49 മുനിസിപ്പൽ കൗൺസിലുകൾ, 114 നഗരപഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലേക്കുള്ള പോളിംഗ് ഫെബ്രുവരി 11 രാവിലെ 8 മണിക്ക് ആരംഭിച്ചു. വൈകുന്നേരം 5 മണി വരെ തുടർന്നു. അതിനുശേഷം അപ്പോൾ 44.74 ലക്ഷം വോട്ടർമാരാണുള്ളത്. അതിൽ 22.52 ലക്ഷം പുരുഷന്മാരും 22.72 ലക്ഷം സ്ത്രീകളുമാണുള്ളത്. നഗരഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾക്കായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനത്തുടനീളം ആകെ 597 പോളിംഗ് ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. എന്തായാലും തിരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ കോൺഗ്രസ് വീണ്ടും വട്ടപൂജ്യമായിരിക്കുന്നു. BJP സുനാമി തന്നെയാണ് ഛത്തീസ്ഗഡിൽ ആഞ്ഞടിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.